ഓക്കെ, ഇവര് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് 0.9k എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പം ഓർത്തോണം, എക്സ് എന്ന് പറയുന്നത് 0.3 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് 0 ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 0 ആണെങ്കിൽ ആ എക്സിന് 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 0.9k എന്ന് പറയുന്നത് 0 ആണെന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 0 വാല്യൂ ആണ് 0.3. അതാണ് എക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ 0 കൊടുത്തിട്ട് കെ കണ്ടുപിടിക്കാം. നോക്കിയോ, ഇങ്ങനെ ചെയ്താൽ പോരെ. അതായത് 0.3 ഇട്ട് കൊടുക്കുക, അതിന്റെ സ്ക്വയർ മൈനസ് 0.9k ഈസിക്വൽ ടു എന്താ 0. അങ്ങനെയാണെങ്കിൽ 0.3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.09 ആണ്. മൈനസ് 0.9k ഈസിക്വൽ ടു എത്രയാ 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0.09 ഈസിക്വൽ ടു മൈനസ് 0.9k എന്ന് വരുന്നു. സോറി, മൈനസ് അല്ല, പ്ലസ് ആവുമല്ലോ. മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. 0.9k എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 0.09 ഡിവൈഡ് ബൈ 0.9 ഈസ് ഈക്വൽ ടു k. അതായത് k ഈസ് ഈക്വൽ ടു 0.09 ഡിവൈഡ് ബൈ 0.9. നമുക്കറിയാം പോയിന്റ് മാറ്റാൻ മുകളിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും ഒരു 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ, മുകളിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്, താഴെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മുകളിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ 0.09ന്റെ പോയിന്റ് അങ്ങ് മാറി 9 ആവും. താഴെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റു 10 ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ മുകളിലത്തെ ആവശ്യത്തിന് വേണ്ടി 100 മൾട്ടിപ്ലൈ ചെയ്തപ്പം താഴത്തെ ഒരു 0 അങ്ങോട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് എത്ര വരും? അത് അതായത് 0.9 ഇൻറ്റു 100 ആണ്. അപ്പോൾ ഒരു 100ലെ ഒരു 0 ഇവിടുത്തെ പോയിന്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു 10. ബാക്കി ഒരു 10 കിടക്കും. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 10 വരും. അതായത് 9/90 എന്ന് വരുന്നു. അത് വെട്ടുമ്പോൾ 1/10 എന്ന് വരുന്നു. 1/10 എന്ന് പറയുമ്പോഴത്തേക്കും 0.1. 0.1 ആയിരിക്കും ഓപ്ഷൻ. ഇതായിരിക്കും ഇതിന്റെ ഓപ്ഷൻ. മനസ്സിലാകാത്തവര് ചോദിക്കണം, നിർബന്ധമായിട്ടും ചോദിക്കണം, അറിയാത്തവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടോട്ട് എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാതെ ഇപ്പം 2-3 പേര് ജോയിൻ ചെയ്തായിരുന്നു. അവർ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. കൺസെപ്റ്റ് വീഡിയോ ക്ലാസ് അയച്ചു തരാം, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ വലുതാക്കാമേ. സീറോസ് ഓഫ് ദ പോളിനോമിയൽ p of x is equal to x square plus 4x plus 3 r given by 4 ഓപ്ഷൻ ഉണ്ട്. a എന്ന് പറയുന്നത് 1 3 ആണ്, b എന്ന് പറയുന്നത് -1 3 ആണ്, c എന്ന് പറയുന്നത് 1 -3 ആണ്, d എന്ന് പറയുന്നത് -1 -3 ആണ്. ഒന്നുമില്ല, സിംപ്ലി എന്തേ ഉള്ളൂ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സീറോസ് കണ്ടുപിടിക്കുക. 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചും ചെയ്യാം, ഇക്വേഷൻ വെച്ചും ചെയ്യാം. അപ്പൊ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന എക്സിന്റെ 2 വാല്യൂ കണ്ടുപിടിച്ചാൽ അതെന്തായി, അതിന്റെ 0 ആയി.
അപ്പം ഇതിൻ്റെ നമുക്ക് പ്രൊഡക്റ്റും സമം കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പം നമുക്കറിയാം. നമുക്ക് തന്നിരിക്കുന്നത് x² പ്ലസ് 4x പ്ലസ് 3 ആണ് പി ഓഫ് എക്സ് തന്നിരിക്കുന്നത്, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എ എന്ന് പറയുന്നത് x² കൂടെ കിടക്കുന്ന ആളാണ്, അത് ഇവിടെ 1 ആണ്. ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ്, അത് 4 ആണ്. ഒറ്റയ്ക്ക് കിടക്കുന്ന ആൾ 3 ആണ്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എ ഇൻറ്റു സി ചെയ്താൽ മതി. എ ഇൻറ്റു സി ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അത് എ ഇൻറ്റു സി എന്ന് പറയുമ്പോഴത്തേക്കും 1 ഇൻറ്റു എന്താണ് 3 ആണ്. 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് 3. അതേപോലെ തന്നെ സമ്മ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3യും കിട്ടണം, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ഉം കിട്ടണം. അങ്ങനെയാണെങ്കിൽ 1ഉം 3യും നോക്കാം. 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 1ഉം 3യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 4ഉം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആയിട്ട് കൊടുക്കാം. ഇവിടെ വന്നിരിക്കുന്ന ആളിനെ വിത്ത് നമ്പർ വിത്ത് സൈൻ എന്ത് ചെയ്യണം? ഈ ആളിനെ മാറ്റിയിട്ട് അവിടെ കൊടുക്കണം. ഇപ്പൊ x² പ്ലസ് 1x പ്ലസ് 3x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. 0 കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x പ്ലസ് 1 എന്ന് വരുന്നു. ഇവിടുന്ന് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും x പ്ലസ് 1 വരുന്നു. വീണ്ടും എന്ത് തന്നെയാണ്? രണ്ടിനകത്ത് x പ്ലസ് 1 കോമൺ ഉണ്ട്. x പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x പ്ലസ് 3 വരുന്നു, ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വീണ്ടും x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, അവിടുന്ന് x ഈസ് ഈക്വൽ ടു -1, x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0, അവിടുന്ന് x ഈസ് ഈക്വൽ ടു -3. ഇതായിരിക്കും. അപ്പം ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ദ equation. Solve the following equation. Solve the following equation using factorization method. 4x² minus 4ax plus a² minus b² is equal to 0. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു തരാം. ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ a² മൈനസ് b²നെ നമ്മൾ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കുകയാണ്. എന്നിട്ട് ഇത് 4x² മൈനസ് 4ax പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കുന്നു, ഈസ് ഈക്വൽ ടു 0. അടുത്തതിനകത്ത് ഞാൻ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്താൻ പോവാണ്. 4x² മൈനസ് ഇതിനെ ഞാൻ 2 ഇൻറ്റു 2a ഇൻറ്റു എക്സ് എന്നാക്കാൻ പോവാണ്. പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നാക്കാം. പ്ലസ് എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഞാൻ 4ax-നെ 2 ഇൻറ്റു 2a ഇൻറ്റു എക്സ് എന്നാക്കി.
ഓക്കെ, ഞാനിവിടെ ഈ 2a ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകണം. ഇതെല്ലാം ഇത് രണ്ടും ഇൻറ്റു ആണ്. ഇത് 2a സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ നോക്കി 2a ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? 2a ഞാൻ a പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി എന്നാക്കിയാലോ? അപ്പൊ നോക്കിയേ, എ പ്ലസ് ബി എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി എന്ന് വരുന്നു. ഈ ബിയും ബിയും കട്ട് ചെയ്താലും നമുക്ക് എന്ത് തന്നെ എഴുതുന്നത്? 2a എന്ന് തന്നെ വരുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് 2a ഈ നടുക്കത്തുള്ള 2a ഞാൻ തന്നെ ഇങ്ങനെ അങ്ങോട്ട് എഴുതുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് എഴുതുകയാണ്. അപ്പൊ നോക്കിയോ, 4x² മൈനസ് 2 ഇൻറ്റു ഈ 2a നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. പിന്നെ അവിടെ ഒരു എക്സ് ഉണ്ട്, പ്ലസ് എന്താ എ പ്ലസ് ബി ഇൻറ്റു അല്ല ഇത് എ പ്ലസ് ബി ഇൻറ്റു എന്നല്ല എഴുതേണ്ടത്. ഒരു സെക്കൻഡ്, എ പ്ലസ് ബി പ്ലസ് ആണല്ലോ പിന്നെ എഴുതിയത്. നോക്കിയോ, ഇവിടെ ഇങ്ങനെ നോക്കണം, ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എന്താ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ ആ 2a തന്നെ ഇങ്ങനെ ആക്കി എഴുതി. അതായത് ആദ്യം നമ്മൾക്ക് ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫാക്ടേഴ്സ് ആക്കുവാണ്. ഫാക്ടേഴ്സ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ഈ a² മൈനസ് b² നമ്മൾ ഫാക്ടേഴ്സ് ആക്കി a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 4ax വീണ്ടും ഫാക്ടേഴ്സ് ആക്കുകയാണ്, 2 ഇൻറ്റു 2a ഇൻറ്റു എക്സ് ആക്കുകയാണ്. ഈ 2a വേറെ രീതിയിൽ എഴുതുകയാണ്, കാരണം ഇതുമായിട്ട് ബന്ധം വരുത്തുന്ന രീതിയിൽ ഈ 2a മാറ്റാൻ പോവാണ്. ഇതുമായിട്ട് ബന്ധം വരുത്തുന്ന രീതിയിൽ. ഇപ്പൊ 2a മാറ്റുമ്പോൾ നമുക്ക് a പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ചെയ്യാം. എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബിയും ബിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2a വരും. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനർത്ഥം ശരിക്കും ഈ 2നെയും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എക്സും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ? കാരണം അങ്ങനല്ലേ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഇതിനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4x² മൈനസ് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു കണ്ട എക്സ്, ഇങ്ങനെയല്ലേ കിടക്കുന്നത് ശരിക്കും. അതായത് പ്ലസ് ബാക്കി എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ശ്രദ്ധിച്ചോണം, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചോണം. ഈ മുകളിലത്തെ സ്റ്റെപ്പ് തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഈ 2നെ ഇത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ് വെച്ചിട്ടും ഇതിനെ രണ്ടിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ, അതായത് 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4x² മൈനസ് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 2 ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതായത് ഇനി ഒരു കാര്യം ചെയ്യാം, എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പം 2xനെയും കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എന്താ എക്സ് പ്ലസ് എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനിയും നോക്കിക്കോളൂ, ഇനി ഫാക്ടേഴ്സ് ആക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് കോമൺ എടുക്കാൻ പോകുന്നറിയോ, 2x ആണ് കോമൺ എടുക്കാൻ പോകുന്നത്. ഇത്രയും ഭാഗത്തുനിന്ന് 2x കോമൺ എടുത്താൽ ബാക്കി ഇവിടെ ഒരു 2x മൈനസ് ബാക്കി ഇവിടെ 2x കോമൺ എടുത്താൽ പിന്നെ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, എ പ്ലസ് ബി ഉള്ളത്. ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ഇടണം, കാരണം ബ്രാക്കറ്റിന്റെ വെളിയിലാണ് ഇവിടെ മൈനസ്. ഓക്കെ, പ്ലസ് ഇത്രയത്തൂന്ന് ഞാൻ എന്ത് കോമൺ എടുക്കാൻ പോകുന്നത്, എ മൈനസ് ബി അങ്ങ് കോമൺ എടുക്കാൻ പോവാ. എ മൈനസ് ബി അങ്ങ് കോമൺ എടുക്കാൻ പോവാ. ഓർത്തോണം, ഇവിടെ നടുക്ക് പ്ലസ് നടുക്ക് പ്ലസ് തന്നെയല്ലേ. കുഞ്ഞുങ്ങളെ ഇത് മൈനസ് ആവുമേ, കാരണം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് 2നെയാണ് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ അതായത് എ പ്ലസ് ബിയുടെ മുമ്പിലും -2 വരും, എ മൈനസ് ബിയുടെ മുമ്പിലും -2 വരും. ഞാൻ ഇവിടെ സൈൻ മാറ്റാൻ വിട്ടുപോയി, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം മൈനസ് മൈനസ് മൈനസ്, അടുത്തത് എന്താ, ഇവിടുന്ന് എ മൈനസ് ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരുന്നത്, ഇവിടെ ഒരു 2x വരുന്നു. മൈനസ് കോമൺ എടുത്തുകൊണ്ട് ഈ പ്ലസ് എന്തായി, പ്ലസ് മൈനസ് ആവും. മൈനസ് എന്താ, ഇവിടെ എ പ്ലസ് ബി മാത്രമേ കാണുള്ളൂ. ഓക്കെ, വീണ്ടും രണ്ടിടത്ത് എന്ത് കോമൺ, രണ്ട് സൈഡിലും എന്ത് കോമൺ ആണ്, കണ്ടോ, 2x മൈനസ് എന്താണ്, 2x മൈനസ് എന്താണ് എ പ്ലസ് ബി കോമൺ ആണ്, എ പ്ലസ് ബി കോമൺ ആണ്, ശരിയല്ലേ?
അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 2x മൈനസ് എന്താ? a മൈനസ് b ഉള്ളൂ. ഫാക്ടേഴ്സ് ആക്കാൻ, ഫാക്ടറൈസ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നിർത്താം, അല്ലെങ്കിൽ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇത് ഈക്വൽ ടു 0 ആയി വരുന്നത്. ഇവിടെ 2x മൈനസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താ? 0 എന്ന് വരും. അവിടെ 2x ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് വരും. അവിടുന്ന് x ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. ഇവിടെ 2x മൈനസ് എ മൈനസ് ബി, 2x മൈനസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് 2x ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 2x ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. അവിടുന്ന് x ഈസ് ഈക്വൽ ടു എന്താ? എ മൈനസ് ബി ഡിവൈഡ് ബൈ 2. കണ്ടോ, എക്സിന്റെ രണ്ട് ആൻസർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. മനസ്സിലായവർക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. If the quadratic equation ax square minus ax square plus bx plus c is equal to 0 has two real and equal roots then c is equal to dash. ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് രണ്ടിതിന് റിയൽ റൂട്ട്സ് ആണ് പറയുന്നത്. റിയൽ റൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനർത്ഥം എന്തുവാ? റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നാണ് പറയുന്നത്. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിമിനന്റ് 0 ആയിരിക്കണം.
ഡിസ്ക്രിമിനന്റ് 0 ആവുക എന്ന് പറഞ്ഞാൽ b² - 4ac എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലയോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സി കണ്ടുപിടിക്കുന്നത് ഇവിടെ എയും ബിയും സിയും തന്നെയാണ്. എയും ബി എന്താണ് നമ്മുടെ ഇത് x² കൂടെ കിടക്കുന്ന എ, എക്സിൻ്റെ കൂടെ കിടക്കുന്ന ബി, സി, അതായത് ജനറൽ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇനി സി കണ്ടുപിടിച്ചാൽ മതി. സി കണ്ടുപിടിക്കാൻ വേണ്ടി b² ഇവനെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും -4ac അത് 4ac ആയിട്ട് മാറുന്നു. അവിടെ നമുക്ക് സി ആ കണ്ടുപിടിക്കേണ്ടത്. സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 4a ഇപ്പുറത്ത് വിടുന്നു. അപ്പോൾ b² - 4a ഇതായിരിക്കും അതിന്റെ ആൻസർ. ഓപ്ഷനകത്ത് -b²/4a എന്താണ് അതേപോലെ തന്നെ b²/2a -b²/2a -b²/4a² അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ മെത്തേഡ് വെച്ച് ചെയ്തിട്ട് നിങ്ങളത് മനസ്സിലാക്കി എഴുതുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + x + 1 = 0 ഹാസ് ഡാഷ് റൂട്ട്സ്. ഓപ്ഷന് ഞാൻ എഴുതുന്നില്ല. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്, ഇറാഷണൽ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, നോൺ റിയൽ. അപ്പം ഇതും നമുക്ക് ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. b² - 4ac കണ്ടുപിടിക്കുക. b² ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക. b² എന്ന് പറയുമ്പോൾ എയുടെ, അതായത് ഇവിടെ x² കൂടെ കിടക്കുന്നത് a 1 ആണ്, b എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ കിടക്കുന്നത് 1 ആണ്, സിയും 1 ആണ്. അപ്പം 1² - 4 ഇൻറ്റു എന്താ 1 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് 1 - 4 -3. അപ്പം എന്താണ് d എന്ന് പറയുന്നത് -3 ആണ്. -3 എന്ന് പറയുമ്പോൾ <0 ആണ്. -3 <0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0ക്ക് കുറവാണെങ്കിൽ റൂട്ട്സ് ആർ എന്തായിരിക്കും? റൂട്ട്സ് ആർ അല്ലെങ്കിൽ നോ റിയൽ റൂട്ട്സ് എന്നാണ് അല്ലേ? നോ റിയൽ റൂട്ട്സ് എന്നാണ് പറയുന്നത്. നോ റിയൽ റൂട്ട്സ്. അപ്പോൾ ഓപ്ഷനകത്ത് അവർ നോട്ട് റിയൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും അതിന് ആൻസർ, നോ റിയൽ റൂട്ട്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഡയറക്റ്റ് ഒരു ചോദ്യമാണ് 2023 ചോദിച്ചത്. ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4x² - 5 = 0 ആൻഡ് ഹെൻസ് കമന്റ് ഓൺ ദ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 4x² - 5 = 0 ആണ്. അപ്പോൾ ഇവിടെ ax² + bx + c എന്ന് പറയുന്ന ഫോർമാറ്റിലല്ല കിടക്കുന്നത്. പക്ഷെ എന്നാലും എക്സിന് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, b എന്ന് പറയുന്നത് 0, c എന്ന് പറയുന്നത് -5 ആണ്. ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ b² - 4ac ആണ് വേണ്ടത്, d. അപ്പോൾ നമുക്ക് b എന്ന് പറയുന്നത് 0² മൈനസ് എന്താ 4 ഇൻറ്റു a ഇൻറ്റു 4 ഇൻറ്റു c. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 16 16 16 ഇൻറ്റു 5 16 ഇൻറ്റു 5 80. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ +80 ആയിട്ടുള്ളത് അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്.
അടുത്ത ക്വസ്റ്റ്യൻ the sum of the square of two consecutive odd number is 394. Find the number. Sir, a question number വായിക്കാമോ? The sum of square of two consecutive odd number is 394. Find the number. രണ്ട് അടുത്തടുത്തുള്ള ഓഡ് നമ്പറിന്റെ സമ്മ എന്ന് പറയുന്നത് 394 ആണെങ്കിൽ ആ നമ്പർ ഏതാണ്? എപ്പോഴും ആലോചിച്ച് വേണം. ഇപ്പം ഒന്നാമത്തെ ഓഡ് നമ്പർ 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7. അപ്പൊ ആദ്യത്തെ നമ്പറിനെ നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്തതിനെ നിങ്ങൾ x+2 എന്നാണ് എടുക്കേണ്ടത്. കാരണം 1+2 ആണ് 3. പിന്നെ എന്താണ് അടുത്തത് കണ്ടോ, 2 ആഡ് ചെയ്താ പോകുന്നത്. അപ്പം അടുത്തടുത്തുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറിന്റെ ആൽജിബ്രായിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും x+2 ആണ്. അപ്പം അത് ഈവൻ നമ്പേഴ്സിന്റെ അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ലെറ്റ് one number be എന്താ be x and other number be എന്താ x+2 ആണ്. കാരണം ഞാൻ പറഞ്ഞു 1 കഴിഞ്ഞ് പിന്നെ അടുത്ത 3 ആണ്, പിന്നെ 5 ആണ്. ഒന്നിനെ നിങ്ങൾ x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ x+2 ആയിട്ട് എടുത്താനേ പറ്റത്തുള്ളൂ. അടുത്തത് x+2+2 ആണ്, കണ്ടോ? അപ്പം അങ്ങനെ എടുത്തെടുത്ത് പോകാനേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെയാണ് അതിന്റെ സം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലയോ. the sum of squares of two consecutive. sum of squares എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ സ്ക്വയറിന്റെ സം. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² പ്ലസ് x+2 the whole square. കണ്ടോ, ഇതിന്റെ അതായത് ആദ്യത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ടുള്ള എക്സിന്റെയും അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ടുള്ള x+2ന്റെയും സ്ക്വയറിന്റെ സം. അതാണിത്. അത് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? 394 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ അതിനെ ഇക്വേഷൻ ആക്കി. എപ്പോഴും വേർഡ് പ്രോബ്ലം വരുമ്പോൾ അതിനെ ഈ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ആണെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലും വേർഡ് പ്രോബ്ലം വരുമ്പോൾ അതിനെ അതിന്റെ ജനറൽ ഫോമിലേക്ക് മാറ്റിയാൽ നല്ലതാണ്. ഇനിയും ജനറലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. x² പ്ലസ് ഇവിടെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക, a+b ഹോൾ സ്ക്വയർ വെച്ചിട്ട്. അപ്പം x² പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 2 പ്ലസ് 2² ഈസ് ഈക്വൽ ടു 394. x² പ്ലസ് 4x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 394. അപ്പം 2x² പ്ലസ് 4x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 394. ചെറുതാക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ x² പ്ലസ് 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 394 എന്നും അവിടെ നിന്ന് x² പ്ലസ് 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 394 ഡിവൈഡ് ബൈ 2 എന്നും എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് അതിന്റെ പകുതിയാവും. അപ്പം x² പ്ലസ് 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 118 197 വരും. ഇനിയും എന്താ, ഈ 197നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ജനറൽ ഫോമിലോട്ട് ആക്കണം. x² പ്ലസ് 2x പ്ലസ് 2 മൈനസ് 197 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് x² പ്ലസ് 2x മൈനസ് 195 ഈസ് ഈക്വൽ ടു 0. ഇനിയും എന്താ, എയും ബിയും സിയും വെച്ചിട്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കണം.
ഒരു സെക്കൻഡ് 394 ആണോ? അപ്പൊ ഇവിടെ A1 B എന്ന് പറയുന്ന 2 C എന്ന് പറയുന്നത് -195 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് A ഇൻറ്റു C ആണ്. അത് 1 ഇൻറ്റു -195 ഈസിക്കൽ -195. സമ B ആണ്, അത് ഇവിടെ 2 ആണ്. നമ്പേഴ്സ് വേണം. രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -195 വരണം. രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് -195 വരണം. രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 2 വരണം. ഞാൻ പറഞ്ഞു എന്താണ് സം ചെറുതും പ്രൊഡക്റ്റ് വലുതുമാണെങ്കിൽ ഏറ്റവും അടുത്തടുത്തുള്ള രണ്ട് നമ്പറേ വരുള്ളൂ. മനസ്സിലായോ? കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 2 വരണമെന്നുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ 25 27 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 35. അപ്പോൾ നോക്കണം. അതായത് ഇപ്പം ഞാൻ 25 × 27 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 195 കിട്ടുമോ നോക്കണം. പക്ഷെ കിട്ടാം, കാരണം 20 × 20 400, അത് പറ്റത്തില്ല. അപ്പൊ 15 × 17 നോക്കാം. 15 × 17 നോക്കാം. 7 × 35, 7 7 3 10, 5 1 5 5 2 255. അതും പറ്റത്തില്ല. അപ്പം നമുക്ക് 195 അല്ലേ. 13 15 നോക്കാം. 13 15 13 15 6 3 1 5 കണ്ടോ 195 വരും ഇല്ലേ. അപ്പം മൈനസ് ചെയ്യുമ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 2 ഒക്കെ ആക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ -13 15 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് -195 വരും. -13 ഇൻറ്റു -13 പ്ലസ് 15 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള 2 കിട്ടും. അങ്ങനെയാണ് നമ്പർ -13 15 ആണ്. അങ്ങനെയാണ് നമ്മൾ മുകളിൽ അത് കൊടുക്കാൻ പോവാണ്. x² + 2x - 190, സോറി 2xന് പകരമാണല്ലോ, മിഡിൽ ടേമിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 2xന് പകരം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം x² -13x എന്ന് കൊടുക്കുന്നു, +15x എന്ന് കൊടുക്കുന്നു, -195 എന്ന് കൊടുക്കുന്നു, =0. അവിടുന്ന് x കോമൺ എടുക്കുന്നു. x കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 13 +15 കോമൺ എടുക്കുന്നു. അപ്പം x - 13 =0. അവിടുന്ന് x - 13 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x + 15 ആണ്, =0. അവിടുന്ന് x രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. x - 13 =0, x = 13. ഇവിടെ x + 15 = 0, x = -15.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഏജ് ബേസ്ഡ് പ്രോബ്ലം ആണ്. എ ഗേൾ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹർ സിസ്റ്റർ. Four years hence, the product of their age will be 160. Find their present age. Find their present age. അതായത് ഒരു ഗേള്, ആ ഗേളിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് എ സിസ്റ്റർ. അതായത് സിസ്റ്ററിന്റെ ഏജിനേക്കാളും ഇരട്ടിയാണ് ഒരു ഗേളിന്റെ ഏജ്. 4 years hence, അതായത് 4 വർഷം കഴിയുമ്പോൾ the product of their age will be 160 എന്ന് പറയും. Find their present age എന്ന് പറയും. അപ്പോൾ പ്രസന്റ് ഏജ് നമുക്ക് അറിയത്തില്ല. ലെറ്റ് പ്രസന്റ് ഏജ് ഓഫ്, ഇനി ആരുടെ ഏജ് ആണ് എക്സാക്ട് എടുക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും കാണും. എ ഗേൾ ഈസ് ട്വൈസ് ഓൾഡ് ആസ് ഹെർ സിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്ററിനെക്കാളും 2 ഇരട്ടി കൂടുതലാണ് അയാളുടെ വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സിസ്റ്ററിന്റെ വേണം എക്സാക്ട് എടുക്കാൻ. അപ്പം ഗേളിന്റെ 2 എക്സാക്ട് എടുക്കാൻ പറ്റും. അപ്പം ലെറ്റ് ദ പ്രസന്റ് ഏജ് ഓഫ് സിസ്റ്റർ ഈസ് എന്താ എക്സ്. അപ്പം ഗേൾസ് ഏജ് എന്താവും? therefore ഗേൾസ് ഏജ് എന്താവും? ഗേൾസ് ഏജ് എന്താ? ഗേൾസ് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 2x ആവും. ഇനി 4 years hence, ആഫ്റ്റർ, അതായത് ആഫ്റ്റർ 4 years, ആഫ്റ്റർ 4 years എന്താവും? സിസ്റ്ററിന്റെ ഏജ് എന്താവും? സിസ്റ്ററിന്റെ ഏജ് എന്ന് പറയുമ്പോൾ x+4 ആവത്തില്ലേ? ഗേളിന്റെ ഏജ് എന്താവും? ഗേൾസ് ഏജ് എന്താവും? 2x+4 ആവത്തില്ലേ? ആ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറിയോ? പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജ് വിൽ ബി 160 എന്നാ. അപ്പോൾ ഉള്ള അവരുടെ ഏജ്, അപ്പോൾ ഉള്ള ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? x+4ഉം 2x+4ഉം. അത് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ x+4 ഇൻറ്റു 2x+4 എന്ന് പറയുന്നത് 160 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ചെയ്യാം. പിന്നെ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ചെയ്യാം. അതായത് x ഇൻറ്റു 2x+4 ചെയ്യുന്നു ആദ്യം, പിന്നെ പ്ലസ് 4 ഇൻറ്റു 2x+4 ചെയ്യുന്നു ഈസ് ഈക്വൽ ടു 160. അങ്ങനെയാണെങ്കിൽ 2x² പ്ലസ് 4x പ്ലസ് 8x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 160. അങ്ങനെയാണെങ്കിൽ 2x² പ്ലസ് 12x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 160. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x² പ്ലസ് 6x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 160. അവിടെ നിന്ന് 160 ഓക്കെ. അപ്പം ഈ 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x² പ്ലസ് 6x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 2 വരുന്നു. അത് കട്ട് ചെയ്യുമ്പോൾ 80 വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x² പ്ലസ് 6x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 80. 80നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x² പ്ലസ് 6x പ്ലസ് 8 മൈനസ് 80 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് x² പ്ലസ് 6x മൈനസ് 72 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ a എന്ന് പറയുന്നത് 1, b എന്ന് പറയുന്നത് 6, c എന്ന് പറയുന്നത് മൈനസ് 72. അപ്പം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a ഇൻറ്റു സി ആണ്. 1 ഇൻറ്റു മൈനസ് 72 ആണ്, അതായത് മൈനസ് 72 ആണ്. സമ്മ് എന്ന് പറയുന്നത് b ആണ്, അത് 6 ആണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്താൽ നമുക്ക് എന്താണ്? മൈനസ് 72 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്താൽ നമുക്ക് 6ഉം വരണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് 12 ഇൻറ്റു 6 എടുക്കാം. 12 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 72 കിട്ടും. 12 ഇൻറ്റു 6 ചെയ്താൽ 72 കിട്ടും. പക്ഷെ മൈനസ് 72 ആണ് വേണ്ടത്. പിന്നെ 6 നെഗറ്റീവ് കൊടുക്കുക. 12 പ്ലസ് മൈനസ് 6 ചെയ്താലും കണ്ടോ പോസിറ്റീവ് ആയിട്ടുള്ള 6 തന്നെ ആയിരുന്നു. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചിട്ട് x² പ്ലസ് 6x പകരം ആദ്യം 12x കൊടുക്കുന്നു, പിന്നെ ഒരു മൈനസ് 6x കൊടുക്കുന്നു,
പ്ലസ് എത്രയാ സോറി വീണ്ടും -72 ഈസിക്കൽ ടു 0. അവിടുന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x+12 ഇവിടെ നിന്ന് മൈനസ് ആയതുകൊണ്ട് മൈനസ് വരുവാണെങ്കിൽ മൈനസ് കൂടെ ചേർത്തേ കോമൺ എടുക്കാവൂ. -6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും x+12 ഈക്വൽ ടു 0. വീണ്ടും രണ്ടിടത്തും x+12 കോമൺ ആണ്. അപ്പൊ ബാക്കി എന്താ x-6 ഈക്വൽ ടു 0. അവിടുന്ന് x+12 ഈക്വൽ ടു 0, അവിടുന്ന് x ഈക്വൽ ടു -12, x-6 ഈക്വൽ ടു 0, അവിടുന്ന് x ഈക്വൽ ടു 6. അപ്പം ഏജ് ഒരിക്കലും നെഗറ്റീവ് വരില്ല, അപ്പൊ പോസിറ്റീവ് എടുക്കുന്നത്. അപ്പം എന്താണ് അപ്പം 6. അപ്പം ഇപ്പോഴത്തെ ഏജ് എന്താ സിസ്റ്റേഴ്സ് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 6, ഗേൾസ് ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 2 into 6 ആണ്. അതായത്